നമുക്ക് നോക്കാം. നമുക്ക് 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇവന്മാർ രണ്ടുപേരും വേവുകൾ പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി അല്ല സ്പീഡ് എന്ന് പറയണത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് സ്പീഡ്, നമുക്കറിയാലോ. അത് 3.2 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമ്മളോട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്? ഫ്രീക്വൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്, പീരീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, വേവ് ലെങ്ത് കാണാൻ പറഞ്ഞിട്ട് ഈ വേവിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും എത്രയാണ് ഒരു വേവ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഇത് ടൈം വേഴ്സസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്കിതിന് എന്ത് കാണാൻ പറ്റും? ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റും. ഈ മെയിൻ പൊസിഷനിൽ നിന്ന്, അതായത് 0-യിൽ നിന്ന് എത്രമാത്രം അത് മാക്സിമം ഡിസ്പ്ലേസ് ചെയ്തു, ഈ വേവ് മാക്സിമം എത്ര ഉയരത്തിൽ പൊന്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം വെർട്ടിക്കലി ഡിസ്പ്ലേസ് ചെയ്തു, അത് എത്രയാണ്? 0.05 ആണ്. ഇവനും 0.05 ആണ്. രണ്ട് പേരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഇനി നോക്ക്, ഈ കംപ്ലീറ്റ് വേവ് എടുത്തു, ഇതിന് എത്ര ടൈം അത് എടുത്തിരിക്കണത്? ഒരു വേവ് കംപ്ലീറ്റ് ആക്കാൻ എത്ര ടൈം എടുത്തിരിക്കണത്? ഒരു കംപ്ലീറ്റ് 8 ആണ് എടുത്തിരിക്കണത് അല്ലേ? ഇവനാ നമുക്ക് 2 ആണ് എടുത്തിരിക്കണത്. നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ വെലോസിറ്റി നമുക്ക് 3.2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കാണാം? 1 ഡിവൈഡഡ് അതിന് തന്നെ നമുക്ക് ടൈം നോക്കാം. ടൈം തന്നിരിക്കണത് സ്മോൾ ടി എന്ന് പറയുന്നത് 8 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഫ്രീക്വൻസി എന്താ? 1/t ആണല്ലോ. അപ്പോൾ 1/8 കിട്ടി. ഇനി നമുക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടാം? 8 സെക്കൻഡാണ് കിട്ടാം. അതുപോലെ തന്നെ വേവ് ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ കണ്ടുള്ള പോലെ v/f എന്നാണ്. v നമുക്ക് 3.2 ആണെന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എഫ് 1/f ആണ് ഈ ഇക്വേഷനിൽ വരണത്. അപ്പോൾ ഇവൻ്റെ 1/, എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 8 ആയിരിക്കും വരാം. അപ്പോൾ നമുക്ക് 25.6 മീറ്റർ എന്ന് കിട്ടി. അടുത്തത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയണത് നമുക്ക് ഒരു വേവ് കംപ്ലീറ്റ് ആക്കാൻ 1 സെക്കൻഡ് എടുത്തിരിക്കണം. അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? ടൈം പീരീഡ് നമുക്ക് 1 കിട്ടി. ഒരു ഫ്രീക്വൻസി 1/t ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. അപ്പോൾ v = f ലാംഡയാണ് അല്ലേ? അപ്പോൾ ലാംഡ എന്തായിരിക്കും? ലാംഡ = v/f ആയിരിക്കും. v നമുക്ക് തന്നിട്ടുണ്ട് 3.2 ആണ് രണ്ട് വേവിനും. f എത്രയാണ് തന്നിരിക്കുന്നത്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് 3.2 തന്നെ കിട്ടും.